എല്ലാ ഇടവക്കൂറുകാർക്കും 1202 വർഷഫലത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് പ്രധാനമായും പഠനം, ജോലി, ബിസിനസ്, സാമ്പത്തികം, വസ്തു, വാഹനങ്ങൾ, വിവാഹം, കുടുംബം, സന്താനങ്ങൾ, ആരോഗ്യം, അവസരങ്ങളും വെല്ലുവിളികളും, ചെറിയ രീതിയിലുള്ള ദോഷപരിഹാരങ്ങൾ എന്നിവയാണ്. വീഡിയോ മുഴുവനായും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് നൽകുക. ഇടവക്കൂറുകാർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പഠിക്കുവാനുള്ള അവസരം ഉണ്ടാകും. ഓട്ടോമൊബൈൽ, മറൈൻ എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്സ് തുടങ്ങിയ മേഖലകളിൽ പഠനം ഉദ്ദേശിക്കുന്നവർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ ഉണ്ടാകും. നല്ല അവസരങ്ങൾ തേടി വരുമ്പോൾ യുക്തിപൂർവം തിരഞ്ഞെടുക്കുക. ജോലി സംബന്ധമായി ഇടവക്കൂറുകാർക്ക് ചില പ്രതിസന്ധികൾ ഉണ്ടാകും. എങ്കിലും സുഹൃത്തുക്കളും ബന്ധുക്കളും നിങ്ങൾക്ക് തുണയായി ഉള്ളതുകൊണ്ട് കുറേയൊക്കെ പ്രയാസങ്ങൾ മാറിക്കിട്ടും. ആർട്ട്, ഡിസൈനിങ്, ജ്വല്ലറി, സെയിൽസ്, നെറ്റ്വർക്കിംഗ് തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വലിയ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ബിസിനസ്സിൽ വളരെ ഒരു നല്ല വർഷമാണ് ഇടവക്കൂറുകാർക്ക്. എഡ്യൂക്കേഷൻ, ജുഡീഷ്യറി, ലീഗൽ ഹെൽപ്പ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റ മാനേജ്മെൻറ്റ്, IT സെക്ടർ തുടങ്ങിയ മേഖലകളിൽ ഉള്ള ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. ബിസിനസ്സിൻ്റെ വരുമാനം അതിൽ തന്നെ ഉപയോഗിച്ച് ബിസിനസ് വികസിപ്പിക്കുവാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. സാമ്പത്തികമായി പൊതുവെ നല്ല ഒരു വർഷമാണ് ഇടവക്കൂറുകാർക്ക്. പ്രോപ്പർട്ടിയിൽ നിന്നും ധനലാഭം ഉണ്ടാകും. കൃഷി, ഫാമിംഗ്, ഭക്ഷണ സാധനങ്ങൾ കച്ചവടം ചെയ്യുന്നവർ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ ധനലാഭം ഉണ്ടാകും. കുട്ടികളുമായി ബന്ധപ്പെട്ട ചിലവുകൾ വരുവാൻ ഇടയുള്ളതുകൊണ്ട് കുറച്ച് അത്തരത്തിലുള്ള വിഷയങ്ങളിൽ കരുതൽ ഉണ്ടാകുന്നത് നല്ലതാണ്. വസ്തുവകകളുമായി ബന്ധപ്പെട്ട് ഇടവക്കൂറുകാർക്ക് സ്വത്ത്, വസ്തു തുടങ്ങിയ ഇടപാടുകളിലൂടെ നല്ല ലാഭം ഉണ്ടാകും. പ്രത്യേകിച്ചും ധനുമാസത്തിന് ശേഷം നിലവിൽ തടസ്സങ്ങൾ മാറി നല്ല വസ്തു, വീട്, വാഹനം എന്നിവ ഉണ്ടാകുവാനുള്ള യോഗം കാണുന്നു. നിലവിൽ ഉള്ള വസ്തു വിൽക്കുവാൻ ശ്രമിക്കുന്നതും അനുകൂലമായിട്ടാണ് കാണുന്നത്. വിവാഹം, കുടുംബം എന്നീ വിഷയങ്ങളിൽ കുടുംബത്തിൽ വിവാഹപ്രായമായവർക്ക് നല്ല വിവാഹയോഗം ഉണ്ടാകും. സന്താനങ്ങളിലൂടെ അഭിവൃദ്ധി, സന്താനങ്ങൾക്ക് വിദേശവാസം, അംഗീകാരം മുതലായവ ലഭിക്കുന്നതിലൂടെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധി അല്ലെങ്കിൽ പ്രശസ്തി വർദ്ധിക്കും. സന്താനങ്ങൾക്ക് ധനവരുമാനവും വർദ്ധിക്കും. ആരോഗ്യ വിഷയത്തിൽ ഇടവക്കൂറുകാർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കിഡ്നി, മൂത്രാശയം, ഗർഭാശയം തുടങ്ങിയ പ്രയാസങ്ങൾ ഉണ്ടാകാം. നിലവിൽ അത്തരത്തിൽ പ്രയാസമുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. രക്തസംബന്ധമായ പ്രയാസങ്ങൾ ഉള്ളവരും കൂടുതൽ ശ്രദ്ധിക്കണം. പൊതുവെ ഇടവം രാശിക്കാർക്ക് 1202 മലയാള വർഷം വളരെ ഗുണപ്രദമാണ്. മനസ്സിൻ്റെ നിയന്ത്രണം, ആരോഗ്യം, ചികിത്സ തുടങ്ങിയ വിഷയങ്ങളിൽ ചില ബുദ്ധിമുട്ടുകളും, സാമ്പത്തികം, ജോലി, ബിസിനസ് തുടങ്ങിയവയിൽ അഭിവൃദ്ധിയും ഉണ്ടാകും. ഇടവക്കൂറുകാർ ദേവിക്ക് വഴിപാട്, ശിവക്ഷേത്രത്തിൽ ജലധാര തുടങ്ങിയവ ചെയ്യുന്നത് നല്ലതാണ്. നിത്യേന യോഗ, പ്രാണായാമം അഭ്യസിച്ച ശേഷം ജപം ശീലിക്കുന്നത് വളരെ നല്ല ഒരു പരിഹാരമാണ്. ഇത്രയുമാണ് ഇടവക്കൂറുകാർക്ക് 1202 വർഷത്തെ ഫലം ആയിട്ട് പറയുവാനുള്ളത്. നല്ല ഒരു 1202 മലയാള വർഷം എല്ലാ ഇടവക്കൂറുകാർക്കും ആശംസിച്ചു കൊള്ളുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻറ്റുകളായിട്ട് നൽകുവാനും മറക്കരുത്. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി,
നമസ്കാരം.